إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وقال الله عز وجل ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ സൂക്ഷ്മാലുക്കളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇത്തരം പരീക്ഷണങ്ങളിൽ വിജയികളായി കരകയറാനുള്ള സൗഭാഗ്യം അള്ളാഹു നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ഓരോരുത്തർക്കും അവരിടപെടുന്ന സകല നിഖില മേഖലകളിലും ചില പ്രത്യേകമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നമ്മോട് നിഷ്കർഷിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളുമായി ഇടപെടുന്നുണ്ടോ, ഏതൊക്കെ മേഖലകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നുണ്ടോ, അവിടങ്ങളിലൊക്കെയും ഇസ്ലാമികമായ ചില മര്യാദകളും നിയമങ്ങളും പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കൈകളിൽ വലിയ സാധ്യതകളുള്ള ഒരു വസ്തുവുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ എന്നറിയപ്പെടുന്ന, സോഷ്യൽ മീഡിയകളായി അറിയപ്പെടുന്ന, നന്മകൾ പ്രചരിപ്പിക്കാനും നീതിബോധം സ്ഥാപിക്കാനും മനുഷ്യത്വത്തെ സംബന്ധിച്ചുള്ള വർത്തമാനങ്ങൾ പറയാനുമെല്ലാം വലിയൊരർത്ഥത്തിൽ ഇന്ന് നമുക്കത് ഉപകാരപ്പെടുന്നുണ്ട് എന്നത് വളരെ തീർച്ചയായ ഒരു കാര്യമാണ്. പക്ഷെ എന്നാൽ അത്ര തന്നെ, അതല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ
വലിയ തിന്മകളിലേക്കുള്ള, ഷർറുകളിലേക്കുള്ള, ഫിത്നകളിലേക്കുള്ള വാതിലുകളുമായിട്ട് ആ സാമൂഹ്യ മാധ്യമങ്ങൾക്ക്, നവമാധ്യമങ്ങൾക്ക്, സോഷ്യൽ മീഡിയകൾക്ക് രൂപമാറ്റം പ്രാപിക്കാനും സാധിക്കും. അത്തരം വലിയ തിന്മകൾക്കുള്ള സാധ്യതകളും സാധുതകളും അതിലുള്ളടങ്ങിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ അവബോധം നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് വളരെയേറെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളോടുകൂടി മാത്രം ചെയ്യാൻ സാധിച്ചിരുന്ന, ഒരുപാട് പ്രതിബന്ധികളെ മറികടന്നുകൊണ്ട് മാത്രം ചെയ്യാൻ സാധിച്ചിരുന്ന പല ഗുരുതരമായ തിന്മകളും വളരെ അനായാസം ഇന്ന് നമുക്ക് നമ്മുടെ വിരൽത്തുമ്പുകളിലൂടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. ആ അർത്ഥത്തിൽ തിന്മകളിലേക്കുള്ള വാതിലായി മാറാനും സാധിക്കുന്ന ഒരു മേഖല എന്ന നിലക്ക് എങ്ങനെയാണ് വിശ്വാസികൾ ഇത്തരം മേഖലകളിൽ ഇടപഴകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ വളരെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഇയ്യാകും വൽ ജുലൂസ് അല തുറഖാത്ത്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വഴിയരികിൽ ഇരിക്കുന്നത് സൂക്ഷിക്കുക, അത് നിങ്ങൾ ഉപേക്ഷിക്കുക. ആ സമയത്ത് ഖാലു യാ റസൂലല്ലാഹ് മാ ലനാ ബുദ്ദും മിൻ മജാലിസിനാ നതഹദ്ദസു ഫീഹാ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ പറഞ്ഞു, അത് വളരെ പ്രയാസമായിരിക്കുമല്ലോ, കാരണം അന്നത്തെ അവരുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് വഴിയരികളിലുള്ള മജ്ലിസുകൾ എന്ന് പറയുന്നത്. അവിടെ കൂടിയിരുന്നു കൊണ്ട് അവര് പല കാര്യങ്ങളും ചർച്ച ചെയ്യും, പരസ്പരം സംസാരിക്കും. ജോലി കഴിഞ്ഞ് വന്നാൽ ആളുകൾ അവിടെ കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കും. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് സംസാരിക്കാൻ അത് ഭയങ്കര അത്യാവശ്യമാണ്, ഞങ്ങൾക്ക് സോഷ്യലാകാൻ, പരസ്പരം സംവദിക്കാൻ അത് വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതില്ലാതെ നിങ്ങൾക്ക് സാധിക്കൂല എന്നാണെങ്കിൽ, അത് നിങ്ങൾക്ക് അത്രക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് നിങ്ങൾ കൊടുക്കാനുള്ള, വഴികൾക്ക് നിങ്ങൾ കൊടുത്തു തീർക്കാനുള്ള ചില അവകാശങ്ങളുണ്ട്, അവിടെ നിങ്ങൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, അത് നിങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവരോട് പറയാണ്. ശേഷം അവിടെ സൂക്ഷിക്കേണ്ട 4 മര്യാദകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്. ഇത് യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് വഴിയരികിൽ ഇരുന്ന് സംസാരിക്കുന്ന അത്തരം സദസ്സുകളിൽ നാം പാലിക്കേണ്ട മര്യാദകളാണെങ്കിലും അതേ മര്യാദകൾ തന്നെയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടപെടുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ളത്. കാരണം അന്നത്തെ അവരുടെ ഒരു സോഷ്യൽ മീഡിയ ആയിരുന്നു അത്, ഇന്ന് അതിന്റെ ഒരു രൂപം മാറിയെന്ന് മാത്രമാണ്. അപ്പൊ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എന്താണ് വഴികൾക്ക് നമ്മൾ കൊടുക്കേണ്ട അവകാശം എന്നുള്ളത്, അവിടെ നമ്മൾ പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്തം എന്താണ്, അവിടെ നാം പാലിക്കേണ്ട മര്യാദകൾ എന്താണ് റസൂൽ താങ്കൾ ഉദ്ദേശിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായിട്ട് പറഞ്ഞു, ഗദ്ദുൽ ബസർ, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കണം, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തണം, കാണാൻ പാടില്ലാത്തത് നിങ്ങൾ ഒരിക്കലും വഴിയരികിൽ വെച്ച് കാണരുത്, മറ്റ് അന്യ സ്ത്രീകളുടെ സൗന്ദര്യങ്ങൾ നിങ്ങൾ ഒരർത്ഥത്തിലും ആസ്വദിക്കരുത്, അതിലേക്ക് നിങ്ങളുടെ നോട്ടം എത്തരുത്, മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് നിങ്ങളുടെ കണ്ണെത്തരുത്. അതാണ് ഗദ്ദുൽ ബസർ, നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കുക. രണ്ടാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കഫുൽ അദാ, പ്രയാസങ്ങൾ നീക്കണം. ഒരർത്ഥത്തിലും വഴികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് നിങ്ങളൊരു പ്രയാസമായിട്ട് മാറരുത് എന്നല്ല, അവിടെ വല്ല പ്രയാസവും ഉണ്ടെങ്കിൽ ആ പ്രയാസം നീക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം. മൂന്നാമതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റദ്ദുസ് സലാം, നിങ്ങൾ സലാം മടക്കണം. നാലാമതായി പറഞ്ഞു, അൽ അംറു ബിൽ മഅറൂഫി വൻ നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യണം. ഈ 4 കാര്യങ്ങൾ തന്നെയാണ് നവസാമൂഹിക മാധ്യമങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മളും സൂക്ഷിക്കേണ്ടതായിട്ടുള്ളത്. ഇതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ട 2 കാര്യങ്ങളാണ്. പിന്നീട് അവസാനം പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട 2 കാര്യങ്ങളാണ്. നമ്മൾ ഉപേക്ഷിക്കേണ്ട 2 കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണെത്താതിരിക്കുക എന്നതാണ്, കണ്ണുകളെ താഴ്ത്തുക. അതുപോലെ തന്നെ നാം കാരണം ഒരാൾക്കും ഒരു പ്രയാസവും ഉണ്ടാകാതിരിക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കുക എന്നുള്ളത്. ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, അതിന്റെ ആശയം ഇങ്ങനെയാണ്, നിങ്ങൾ എന്താണോ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അതാണ് നിങ്ങൾ എന്നുള്ളതാണ്. നമ്മൾ എന്ത് കാണുന്നുവോ എന്ത് കേൾക്കുന്നുവോ അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറും.
അത് നമ്മുടെ ചിന്തയായിട്ട് മാറും, അത് നമ്മുടെ ക്യാരക്ടറായിട്ട് മാറും, അത് നമ്മുടെ വ്യക്തിത്വമായിട്ട് മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 കവാടങ്ങളാണ് കണ്ണും കാതും എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കണ്ണും കാതും നൽകിയിട്ടുള്ളത് ഹൃദയങ്ങളിലേക്കുള്ള കവാടങ്ങളായിട്ടാണ്. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അത് സ്വാധീനിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും, ചില സഹാബാക്കളെ സംബന്ധിച്ച് കാണാം, അവര് ചില വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ, ചിലപ്പോൾ കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോൾ, തിരക്കുള്ള വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവർ അവരുടെ വിരലുകൾ കാതിൽ തിരുകുമായിരുന്നു. വേണ്ടാധീനങ്ങൾ കേൾക്കാതിരിക്കാൻ, അനാവശ്യമായ കാര്യങ്ങൾ അവരുടെ ചെവിയിലേക്ക് എത്താതിരിക്കാനായിരുന്നു അവരങ്ങനെ ചെയ്തിരുന്നത് എന്ന് കാണാം. കാരണം അവർക്കറിയാം, അത് കേട്ടുകഴിഞ്ഞാൽ അത് എഫക്ട് ചെയ്യാൻ പോകുന്നത്, അത് സ്വാധീനിക്കാൻ പോകുന്നത് എന്റെ ഹൃദയത്തെയാണ് എന്നുള്ളതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, തുറദുൽ ഫിതനു അലൽ ഖുലൂബി കൽ ഹസീരി ഔദൻ ഔദ. നമ്മുടെ ഹൃദയങ്ങൾ അത് തിന്മകൾക്ക് മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ തിന്മകൾ നമ്മുടെ ഹൃദയങ്ങളുടെ മുന്നിൽ അതിനുള്ള അവസരങ്ങൾ ഇങ്ങനെ തുറന്നു വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും ഹൃദയം അതിലുള്ള ഏതെങ്കിലും ഫിത്നയെ പ്രാപിച്ചു കഴിഞ്ഞാൽ, സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ ഹൃദയത്തിൽ അത് ഒരു കറുത്ത പുള്ളി അവശേഷിപ്പിക്കും. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അതിനെ അറിഞ്ഞുകൊണ്ട് അവഗണിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ ഒരു വെളുത്ത പുള്ളിയായിരിക്കും അത് അവശേഷിപ്പിക്കുക. പിന്നീട് ഈ 2 ഹൃദയങ്ങൾ, ഒരാൾ തിന്മകൾ ചെയ്തുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ ആ ഹൃദയം പരിപൂർണമായി കറുത്തിരുണ്ട ഹൃദയമായിട്ട് മാറും. അവസാനം നന്മ ഏതാണ് തിന്മ ഏതാണ് എന്നതിന് തിരിച്ചറിയാൻ കഴിയാതാകും. അത് അതിന്റെ ഇച്ഛയെ പിൻപറ്റുന്ന ഇല്ലാമ ഉശ്രിബ മിൻ ഹവാഹു, അതിന് തോന്നുന്നതെല്ലാം ചെയ്യുന്ന തലത്തിലേക്ക് അത് ആ ഹൃദയം മാറിപ്പോകും. എന്നാൽ മറുഭാഗത്ത് ഇത്തരം അവസരങ്ങളൊക്കെ ഹൃദയത്തിന്റെ മുന്നിലേക്ക്, നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ അതിനെ തടുത്ത് ആ ഹൃദയം പളുങ്കുപാത്രം പോലെ തിളങ്ങുന്ന ഹൃദയമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് തന്നെ ഫിത്നകൾക്ക് ആ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിയുകയില്ല. പല പരീക്ഷണങ്ങളെയും അതിജയിക്കാൻ അത്തരം ഹൃദയങ്ങൾ കരുത്തു നേടും എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ ആ ഹൃദയങ്ങളിലേക്ക് എങ്ങനെയാണ് ഫിത്നകൾ പ്രദർശിപ്പിക്കപ്പെടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലൂടെയും കാതിലൂടെയുമാണ് ആ ഫിത്നകൾ വലിയൊരർത്ഥത്തിൽ പ്രദർശിപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ചിന്തയായിട്ട് മാറും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ദാഫിഉൽ ഖത്റ ഫഇല്ലം തഫഅൽ സാറത് ഫിക്റ. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചില ചിന്തകളെ അത് ആ നിമിഷം തന്നെ തടയാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചില ചിന്തകൾ അത് ചില ആലോചനകളായിട്ട് പിന്നീട് മാറും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ. ഫദാഫിഉൽ ഫിക്റ, ആ ആലോചനകളെ, നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആലോചനകളെ അവിടെ വെച്ച് നിങ്ങൾ അവസാനിപ്പിക്കുക. ഇല്ലെങ്കിൽ ഫഇല്ലം തഫഅൽ സാറത് ശഹ്വ, അതൊരു ഇച്ഛയായിട്ട് രൂപാന്തരപ്പെടും. ഫഹാരിബഹ, അതിനോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അതിനോട് നിങ്ങൾ സംഘട്ടനത്തിൽ ഏർപ്പെടുക, അങ്ങനെ അതിനെ തോൽപ്പിക്കുക. അതിന് നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ സാറത്ത് അസീമതൻ വഹിമ്മ, അത് ഒരു നിശ്ചയദാർഢ്യമായിട്ട് മാറുന്നുള്ള, അത് ചെയ്തേ അടങ്ങൂ എന്ന രൂപത്തിൽ അത് ഹൃദയത്തിൽ അതിന് രൂപമാറ്റം സംഭവിക്കും. അവിടെ നിങ്ങൾ അതിനെ തടഞ്ഞിട്ടില്ലെങ്കിൽ ഫഇല്ലം തുദാഫിഅഹ സാറത്ത് ഫിഅല, അതൊരു പ്രവൃത്തിയായിട്ട് മാറും. ആ പ്രവൃത്തി ഫഇല്ലം തുദാരിക്ഹാ ബിദിദ്ദിഹി, മറുപ്രവൃത്തികൾ കൊണ്ട്, വിപരീതമായ നന്മകൾ കൊണ്ട് അതിനെ തടുക്കാനും അതിനെ മാറ്റാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ സാറ ആദതൻ, അത് ഒരു ശീലമായിട്ട് മാറും. ആ തെറ്റുകൾ ഒരു ശീലമായിട്ട് മാറും. ഫയസ്ഉബു അലൈകൽ ഇൻതിഖാലു അൻഹാ, അതിൽ നിന്ന് ഊരിപ്പോരുക എന്നുള്ളത് അതികഠിനമായ പ്രയാസമുള്ള ഒരു കാര്യമായിട്ട്, അതിൽ നിന്ന് ഊരിപ്പോരാൻ സാധിക്കാത്ത വിധം അത് നിന്നെ അടിമയാക്കി മാറ്റുന്നുള്ളതാണ്. ഈ രൂപത്തിലാണ് മനുഷ്യൻ തെറ്റുകൾക്ക് അടിമകളായിട്ട് മാറുന്നത്, അഡിക്റ്റീവായിട്ട് മാറുന്നത്. തെറ്റുകളോട് അഡിക്ഷനുള്ള ആളുകളായിട്ട് മനുഷ്യർ മാറുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കണ്ണുകളെ തന്നെയാണ്. ആ കണ്ണുകളെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പല തെറ്റായ ആലോചനകളും ചിന്തകളും ഹൃദയത്തിൽ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖദ്ദുൽ ബസർ, നിങ്ങൾ ആദ്യം ഇത്തരം സദസ്സുകളിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, അത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ സമയം ചെലവഴിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ, അത് ഉണ്ടായേ തീരൂ എന്നാണെങ്കിൽ, ഒന്നാമതായിട്ട് നിങ്ങൾ വേണ്ടാധീനങ്ങളൊന്നും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്.
രണ്ടാമതായിട്ട് പ്രവാചകൻ പറഞ്ഞത് കഫുൽ അദാ, പ്രയാസങ്ങൾ നീക്കുക എന്നുള്ളതാണ്. ഒരർത്ഥത്തിലും നമ്മെ കൊണ്ട് ഒരാൾക്കും ഒരു ഉപദ്രവവും ഉണ്ടാകരുത്. മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ പിച്ച് ചീതുന്ന ഇടപെടലുകൾ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ നടത്തരുത്. മറ്റുള്ളവരുടെ സ്വകാര്യതകളെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാകരുത്. ആ അർത്ഥത്തിലുള്ള സൂക്ഷ്മത നമ്മൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതിരിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് അതിനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓവറായിട്ട് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക എന്നൊരു സ്വഭാവം നമ്മൾ അവസാനിപ്പിക്കണം. അത് നമ്മൾ തിരുത്താൻ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. ഇന്ന് ആളുകളിൽ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്, ഒരു ഒബ്സഷനാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ ആളുകൾ പബ്ലിക്കാക്കി അത് മാറ്റണം, എല്ലാ ആളുകളെയും എനിക്ക് അറിയിക്കണം എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത യഥാർത്ഥം നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളൊരു യാത്ര പോകുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ആനന്ദ നിമിഷം, അത്തരം സന്ദർഭങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതെല്ലാം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊന്നും അവസരമില്ലാത്ത ഒരുപാട് ആളുകളെ അത് വേദനിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഭാഗത്ത് ഒരു യുവാവ് വർഷങ്ങളായിട്ട് കല്യാണാലോചന നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്, ഒന്നും ശരിയാകുന്നില്ല, മാനസികമായ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മറുഭാഗത്ത് അവന് ഫോൺ നോക്കുമ്പോൾ കാണുന്നത് അവന്റെ കൂട്ടുകാര് അവരുടെ ഭാര്യമാരുമായി യാത്രകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അവരുമായി ആനന്ദ നിമിഷങ്ങൾ ഇങ്ങനെ പങ്കിട്ടുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ മനുഷ്യന്റെ മനസ്സിൽ വേദന ഉണ്ടാക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഒരാള് വളരെ വില കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ, അത്തരം റെസ്റ്റോറന്റുകൾ സന്ദർശിക്കുമ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള സ്റ്റോറികളായും സ്റ്റാറ്റസുകളായും ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കാണുന്നതിൽ ഒരുപാട് ആളുകൾ അതിന് വകയില്ലാത്ത ആളുകളുണ്ട്, അത്തരം കുടുംബ സാഹചര്യം ഇല്ലാത്ത ആളുകളുണ്ട്, അങ്ങനെ കൊണ്ടുപോകാൻ ആരുമില്ലാത്ത ആളുകളുണ്ട്, അത്തരത്തിലുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ആളുകളുണ്ട്. അവരെയൊക്കെയും അത് പ്രയാസപ്പെടുത്തുന്നുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലാ തുഖബ്ബിലു ഔലാദകും ബിഹദ്റത്തിൽ യതീം, അനാഥരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചുംബിക്കരുത് എന്ന് പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? പ്രവാചകൻ തന്നെ അതിന്റെ കാരണവും പറയുന്നുണ്ട്. ഫഇന്ന ദാലിക യുസീഹി, കാരണം അത് അവനെ വേദനിപ്പിക്കും, ആ അനാഥനെ അത് വേദനിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അപ്പൊ ഒന്നാമതായി നമ്മുടെ എല്ലാ ആനന്ദ നിമിഷങ്ങളും ആഹ്ലാദങ്ങളും അത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധി നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അത് അങ്ങനെ നിർബന്ധമാണെങ്കിൽ നാവുമായിട്ട് ഏറ്റവും അടുത്ത ആളുകളുടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, അവിടെ നമ്മളത് പ്രചരിപ്പിക്കുക. അതല്ലാതെ ഒരർത്ഥത്തിലും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ പോലും നമ്മുടെ എല്ലാ സ്വകാര്യ നിമിഷങ്ങളും കാണണം, നമ്മുടെ എല്ലാ സന്തോഷ നിമിഷങ്ങളും കാണണം എന്ന ആ ഒരു പ്രവണത, ആ ഒരു ചിന്താഗതി, അതൊരു വളരെ ഒരു അല്പത്തരത്തിന്റെ ഭാഗമാണ് അത്തരം ചിന്താഗതികൾ. അത് നമ്മൾ തീർച്ചയായിട്ടും മാറ്റേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തത് കാരണം അത് അസൂയ വെക്കുന്ന ആളുകളുടെ അസൂയ നമ്മൾ ക്ഷണിച്ചു വരുത്തുമെന്നുള്ളതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഫഇന്ന കുല്ലദീ നിഅമത്തിൻ മഹ്സൂദ്, എല്ലാ അനുഗ്രഹം ലഭിച്ച ആളുകൾക്കും അസൂയ വെക്കുന്ന ആളുകൾ ഉണ്ടാകും, അത് തീർച്ചയാണ്. പക്ഷേ അത് നമ്മൾ ഒരിക്കലും ക്ഷണിച്ചു വരുത്തേണ്ട ഒന്നല്ല. രാവിലെയും വൈകിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയാൻ പറഞ്ഞ പ്രാർത്ഥനകളിൽ ഒന്ന് സൂറത്തുൽ ഫലഖാണ്. അത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുക്കാരുടെ ഷർറിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അങ്ങനെ തേടാൻ പഠിപ്പിച്ച ആ പ്രവാചകന്റെ ഉമ്മത്ത് ഒരിക്കലും ആ അസൂയെ വിളിച്ചു വരുത്തുന്ന, അതിനെ ക്ഷണിച്ചു വരുത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക എന്നൊരു പ്രവണത നമ്മളിൽ ഉണ്ടാക്കുന്ന മൂന്നാമത്തെ ഒരു മാറ്റം എന്നുള്ളത്, ഇത് ഞാൻ എന്തിനാണ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച ലക്ഷ്യബോധം അയാളിൽ ഇല്ലാതാക്കുന്നുള്ളതാണ്. ഒരു യാത്ര പോകുമ്പോൾ ആ യാത്രയേക്കാൾ പ്രധാനം അത് എങ്ങനെയെങ്കിലും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും. അവിടെ ആ യാത്ര ആസ്വദിക്കുന്നതിനേക്കാൾ അയാൾ മുൻഗണന കൽപ്പിക്കുന്നത് മറ്റുള്ളവരിലേക്ക് ഏറ്റവും സുന്ദരമായ രൂപത്തിൽ, ഞാനത് ആസ്വദിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഏറ്റവും ഞാൻ നല്ല രൂപത്തിൽ ആസ്വദിക്കുന്നത് പോലെ എങ്ങനെയാണത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നൊരു ചിന്ത മാത്രമായിരിക്കും അയാൾ അലട്ടിക്കൊണ്ടേയിരിക്കുക. നമുക്കറിയാം, ഈയിടയിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായ ഒരു കാര്യമാണ് കല്യാണവുമായി ബന്ധപ്പെട്ട മുസ്ലിം ഉമ്മത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോപ്രായത്തരങ്ങൾ എന്നുള്ളത്. നമ്മുടെ ഇന്നത്തെ കല്യാണങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തിനാണ് കല്യാണം നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള, ആ വിവാഹം എന്തിനാണ്, നിക്കാഹ് എന്തിനാണ് എന്ന ആ ഒരു ലക്ഷ്യബോധമില്ലാത്ത രൂപത്തിൽ ഇതിന്റെയൊക്കെ പരമമായ ലക്ഷ്യം ഒരു റീൽ ഉണ്ടാക്കലാണ് എന്ന രൂപത്തിലേക്ക് നമ്മുടെ വിവാഹത്തെ പോലും, അത്തരം പവിത്രമായ കാര്യങ്ങളെ പോലും മാറ്റുക എന്നുള്ളത് തീർച്ചയായും നമ്മൾ മാറി ചിന്തിക്കേണ്ടത്, അത് ഇസ്ലാമിക സംസ്കാരത്തിന് യോജിച്ചതാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് നിക്കാഹ് കഴിഞ്ഞ്, ഈയിടെ കണ്ട ഒരു അനുഭവമാണ്, ആദ്യമായിട്ട് നിക്കാഹ് കഴിഞ്ഞ് വധുവിന്റെ പിതാവ് ആ വരന് ഒന്ന് കൈ കൊടുക്കാൻ പോവാണ്. ആദ്യമായിട്ട് നിക്കാഹ് കഴിഞ്ഞ ആ ഒരു ആത്മബന്ധമാണത്.
ആ സമയത്ത് തന്നെ അവിടെ വീഡിയോഗ്രാഫർ ഇടപെടാണ്. എന്നിട്ട് പറയാണ് നിങ്ങൾ ഇങ്ങനെയല്ല, ഇങ്ങനെ കൈ കൊടുക്കണമെന്ന് പറയാണ്. അവിടെ തന്നെ നാട്യം ആരംഭിക്കുകയാണ്. അവിടെ അതിന്റെ തനിമ നഷ്ടപ്പെടാണ്, എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് മാറാണ്. ഈ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അത്രയും പവിത്രമായ ജീവിതത്തിന്റെ ഇത്ര പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളെ പോലും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, റീലാക്കുക എന്ന വളരെ അല്പമായ ചിന്താഗതിയിലേക്ക് ഒതുക്കുക എന്നുള്ളത് നമ്മൾ അതിഗൗരവത്തിൽ മാറി ചിന്തിക്കേണ്ട, ഒരു പുനർവിചിന്തനം നടത്തേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നാലാമതായി, ഇത്തരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ആളുകളിൽ ഉണ്ടാകുന്ന മറ്റൊരു രോഗമായിട്ടും കാണാൻ കഴിയുക മറ്റുള്ളവരുടെ അംഗീകാരം തേടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ലോ സെൽഫ് എസ്റ്റീം എന്നാണ് പറയാ. സ്വന്തത്തെ പറ്റി ഒരു വില ഉണ്ടാവില്ല. മറ്റുള്ളവരെന്നെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് വിലയുള്ളൂ. ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള സ്നേഹം അത് അംഗീകരിച്ചു തരേണ്ടത് നാട്ടുകാരാണ്. ഞാൻ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മക്ക് അംഗീകാരം നൽകേണ്ടത് എന്റെ നാട്ടുകാരാണ്. ഈ രൂപത്തിൽ മറ്റുള്ളവരുടെ അംഗീകാരം, വാലിഡിറ്റി, അതിലൂടെ മാത്രമേ എനിക്ക് നിലനിൽപ്പുള്ളൂ, അതിലൂടെ മാത്രമേ ഞാൻ വിജയിയാവുള്ളൂ എന്ന രൂപത്തിൽ ഒരു ചിന്താഗതിയിലേക്ക് അവർ മാറും. ഈ അർത്ഥത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയകളിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇത്തരം പല മോശമായ മാനസികമായ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തുന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയുടെ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഡിക്ഷൻ ഏതാണെന്ന് വെച്ചാൽ ലഹരിയേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ മയക്കുമരുന്നിനേക്കാൾ കൂടുതൽ നമ്മുടെ മക്കൾക്കിടയിൽ അതല്ലെങ്കിൽ നമുക്കിടയിൽ തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു അഡിക്ഷനാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. ആ അഡിക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നമായിട്ട് കാണാൻ കഴിയുക നിരന്തരമായ താരതമ്യമാണ്. നമ്മുടെ ജീവിതത്തെ, എന്റെ സ്വകാര്യ ജീവിതത്തെ, എന്റെ സാമ്പത്തിക ജീവിതത്തെ, എന്റെ ദാമ്പത്യ ജീവിതത്തെ, എന്റെ കുടുംബ ജീവിതത്തെ, എന്റെ സാമൂഹിക ജീവിതത്തെ, എന്റെ വിദ്യാഭ്യാസ ജീവിതത്തെ, ഇങ്ങനെ സകലതിനെയും മറ്റുള്ളവരുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാൻ ആരംഭിക്കുന്നുള്ളതാണ്. അങ്ങനെ എന്താണോ എനിക്കില്ലാത്തത് അതിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങും. അങ്ങനെ നന്ദികെട്ട ഒരു സമൂഹമായിട്ട്, അള്ളാഹുവിനോട് യഥാർത്ഥത്തിലും ശുക്രില്ലാത്ത ആളുകളായിട്ട്, അങ്ങേറ്റത് ഡിപ്രഷന് ബാധിച്ച നിരാശരായ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയൊരു അനുഗ്രഹം നൽകി. വജാവസ്നാ ബിബനി ഇസ്രാഈലൽ ബഹർ ഫഅതൗ അലാ ഖൗമിൻ യഖുഫൂന അലാ അസ്നാമിൻ ലഹും. അവര് ഫിറഔനിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മറുകരയിലെത്തി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സമൂഹത്തെ കാണാണ്. ആ സമൂഹം വിഗ്രഹങ്ങൾ ആരാധിച്ചുകൊണ്ടേയിരിക്കാണ്. ആ വിഗ്രഹങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നത് കണ്ടപ്പോഴേ ഈ സമൂഹം മൂസ അലൈഹിസ്സലാമിനോട് പറയാണ്, ബനൂ ഇസ്രായേലിയരെ, യാ മൂസ ജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്കൊക്കെ നോക്കൂ, വളരെ തങ്കപ്പെട്ട നല്ലൊരു ഇലാഹ്, ആ ഇലാഹിനെ പോലൊരു ഇലാഹിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ സമൂഹം മറ്റൊരു സമൂഹമായിട്ട് ഏറ്റവും നീചമായ വിഗ്രഹാരാധനയിൽ ആണ്ടുപോയ, ഇവർക്ക് ലഭിച്ച ഹിദായത്തിനുള്ള അവസരമൊന്നും ലഭിച്ചിട്ടില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് നോക്കിക്കൊണ്ട് അവരുമായിട്ട് ഇവരെ താരതമ്യം ചെയ്യാണ്. മൂസ അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്, അഗൈറല്ലാഹി അബ്ഗീകും ഇലാഹ, അല്ലാഹുവിനെ കൂടാതെ മറ്റൊരു ഇലാഹിനെ നിങ്ങൾ തേടാണോ? വഹുവ ഫദ്ദലകും അലൽ ആലമീൻ, നിങ്ങളെ ലോകരിൽ ഏറ്റവും ശ്രേഷ്ഠരാക്കിയിരിക്കെ, ലോകരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഫദ്ൽ അല്ലാഹു നൽകിയിരിക്കെ, അതൊക്കെ മറന്നുകൊണ്ട് അതിനെ വിലമതിക്കാതെ നിങ്ങൾ ഈ നീചരായ ആളുകളിലേക്ക് നോക്കിക്കൊണ്ട് അതുപോലത്തത് ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് ചോദിക്കുകയാണോ എന്ന് മൂസ അലൈഹി സ്വലാം അവരോട് ചോദിക്കേണ്ട ശേഷം അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും. നിങ്ങളുടെ മക്കൾ അറുകൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? നിങ്ങളുടെ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അതിൽ നിന്നൊക്കെ അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകിയില്ലേ? എന്നിട്ട് അത് മറന്നുകൊണ്ട് നിങ്ങൾ നീചമായ ഒരു കാര്യത്തിലേക്ക് തിരിയാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഈ രൂപത്തിൽ നമ്മൾ മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളിൽ നിന്ന് ഇല്ലാതാവുക ഈ ഒരു നന്ദിയാണ്. പടച്ചവനോടുള്ള നന്ദി പൂർണ്ണമായിട്ട് നമ്മൾ ഇല്ലാതാകും. എന്താണ് നമ്മളിൽ ഇല്ലാത്തത് അത് മാത്രമേ പിന്നീട് നമ്മൾ കാണുകയുള്ളൂ. അത് അങ്ങേറ്റത്തെ പൈശാചികമായ കാര്യം. ഇത് രണ്ടും പൈശാചികമായ കാര്യങ്ങളാണ്. പിശാചിനെ സംബന്ധിച്ച് സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, മാ മനാക അല്ലാ തസ്ജുദ ഇസ് അമർതു, എന്തുകൊണ്ടാണ് നീ ആദമിന് സുജൂദ് ചെയ്യാതിരുന്നത് ഞാൻ കൽപ്പിച്ചപ്പോഴേ എന്ന് ചോദിച്ചപ്പോഴേ പിശാച് പറയുന്ന മറുപടി, അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ, കാരണം ഞാനാണ് ഉത്തമൻ, എന്നെ നീ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അവരെ നീ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ആ പദാർത്ഥങ്ങൾക്കിടയിൽ ഒരു താരതമ്യത്തിന് മുതിരുന്നു എന്നുള്ളതാണ് സത്യത്തിൽ പിശാചിനെ വഴിതെറ്റിക്കാനുള്ള ആദ്യത്തെ ഘടകം, ആദ്യത്തെ കാരണം അതാണ്. അങ്ങനെ ആ പദാർത്ഥങ്ങൾക്കിടയിൽ പിശാച്
താരതമ്യം ചെയ്തു. അപ്പൊ അള്ളാഹു പറഞ്ഞു ഫഖ്റുജു മിൻഹാ ഇന്നക മിനസ് സാഗിരീൻ, നീ നിന്ദ്യനായി ഇവിടുന്ന് ഇറങ്ങിക്കോളൂ. കാരണം നമ്മൾ താരതമ്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നിന്ദ്യത നമുക്ക് വിളിച്ചു വരുത്തി വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ സമയത്ത് പിശാച് അള്ളാഹുവിനോട് ചോദിക്കാണ്, അള്ളിർനി ഇലാ യൗമി യുബഅസൂൻ, എനിക്ക് കുറച്ച് അവസരം നൽകണം, കുറച്ചുകൂടി സമയം നൽകണം. അപ്പൊ സമയം കൊടുത്തു. അപ്പൊ പറഞ്ഞു ഫബിമാ അഗ്വൈതനി ലഅഖൂദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, പടച്ചവനെ ഈ ഒരു ഗതി നീ എനിക്ക് വരുത്തിയല്ലോ, അതുകൊണ്ട് നിന്റെ അടിയാറുകളെ വഴിതെറ്റിക്കാൻ ഞാനിതാ ശപഥം ചെയ്തിരിക്കുന്നു, അവരുടെ എല്ലാ വഴിയരികിലും ഞാൻ ഇരിക്കും. സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം. ശേഷം പിശാച് പറയാണ്, ഏതൊക്കെ രൂപത്തിൽ അവരെ വഴിപിഴപ്പിക്കാൻ പറ്റുമോ അവരുടെ മുൻഭാഗത്തുകൂടി, അവരുടെ പിൻഭാഗത്തുകൂടി, അവരുടെ പാർശ്വഭാഗങ്ങളിലുകൂടി, എല്ലാ ഭാഗത്തുകൂടിയും ഞാൻ അവരെ വഴിപിഴപ്പിക്കാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവസാനം വലാ തജിദു അക്സറഹും ഷാക്കിരീൻ, ഞാനതിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവരെ നിനക്ക് ഷാക്കിരീങ്ങളായിട്ട് കാണാൻ കഴിയൂല എന്നാണ് പിശാച് പറയുന്നത്. അപ്പൊ പിശാചിന്റെ അത്യധികമായ ലക്ഷ്യം എന്നുള്ളത് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനോടുള്ള ഈ ശുക്ർ ഇല്ലാതാക്കി ഷാക്കിരീങ്ങളല്ലാതാക്കി മാറ്റുക എന്നുള്ളതാണ്. വളരെ അത്ഭുതകരമായ കാര്യം. തൊട്ടുടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് നൽകിയ അനുഗ്രഹത്തെ പറ്റിയാണ് പറയുന്നത്. വയാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന എന്ന് തുടങ്ങിക്കൊണ്ട് അല്ലാഹു ആദമിനോടും ഹവ്വയോടും സ്വർഗ്ഗത്തിൽ ജീവിക്കാൻ കൽപ്പിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹ് പറയാണ്, നിങ്ങൾക്കെല്ലാം അനുവദിക്കപ്പെട്ടിരിക്കുന്നു, ഈ ഒരു വൃക്ഷം ഒഴികെ അതിലേക്ക് നിങ്ങൾ അടുക്കരുത്. വലാ തഖറബ ഹാദിഹി ഷജറ. പക്ഷേ പിശാച് വന്നിട്ട് ഫവസ്വസ ലഹുമ ശൈത്താൻ, പിശാച് വന്നിട്ട് വസ്വാസ് ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണ് വസ്വാസ് ഉണ്ടാക്കുന്നത്? അവിടെ എല്ലാം അവർക്ക് അനുവദനീയമാണ്, എല്ലാം ഹലാലാണ്. അവർക്ക് ലഭിക്കാതിരുന്ന ഒരു വൃക്ഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വൃക്ഷം മാത്രമേ പിശാച് അവരെ കാണിച്ചു കൊടുക്കുന്നുള്ളൂ. അവസാനം ആ വൃക്ഷമല്ലാത്ത മറ്റൊന്നും അവർക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. കോടാനുകോടി വൃക്ഷങ്ങളുള്ള സ്വർഗത്തിൽ അവർക്ക് അള്ളാഹു നിഷേധിച്ച, അവരോട് അള്ളാഹു അകന്നു നിൽക്കാൻ പറഞ്ഞ, അവർക്ക് അള്ളാഹു നൽകാതിരുന്ന ആ ഒരൊറ്റ വൃക്ഷത്തിലേക്ക് പിശാച് അവരെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അവർ ആ തെറ്റിലേക്ക് വീണു പോവാണ്. ഈ രൂപത്തിൽ പിശാച് നമുക്ക് എന്താണോ അള്ളാഹു എന്തോ ഒരു ഖൈറിന് വേണ്ടി, റഹ്മത്തിന് വേണ്ടി നമുക്ക് നൽകാതിരുന്നത്, ആ നൽകാത്തതിനെ കുറിച്ച് മാത്രമേ പിശാച് നമ്മെ ഉണർത്തിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. കാരണം എങ്കിൽ മാത്രമേ നമ്മൾ നന്ദിയില്ലാത്ത, ശാക്രിയങ്ങളല്ലാത്ത ആളുകളായിട്ട് മാറുകയുള്ളൂ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചായിരിക്കണം. അള്ളാഹുവിന് നിങ്ങൾ ശുക്രുള്ളവരായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങൾക്ക് അത് അധികരിപ്പിച്ച് നൽകും. അള്ളാഹുവിന്റെ ഒരു നിഅമത്തിനെ നിങ്ങൾ അളന്നു നോക്കാൻ ശ്രമിച്ചാൽ പോലും അത് നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നോക്കാൻ കഴിയണം. ഈ സോഷ്യൽ മീഡിയകളുടെ ഈ ഇത്തരം അഡിക്ഷനിലൂടെ സംഭവിക്കുന്ന, ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രയാസമാണ്, പ്രതിസന്ധിയാണ് ടീനേജ് ഗേൾസിലുള്ള ആങ്സൈറ്റി. ബോയ്സിലും ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലുള്ളത് പഠനങ്ങൾ പറയുന്നത് പെൺകുട്ടികളിലാണ്. അവർ അങ്ങേറ്റത്തെ ഡിപ്രഷനിലാണ്. ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, ഒരിക്കലും യാഥാർത്ഥ്യമല്ലാത്ത ഒരു ലോകത്തെ അവർ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ ഫിൽറ്റേർഡ് ആയിട്ടുള്ള ഒരു ലോകം അവർ കണ്ട് അതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി ഒരർത്ഥത്തിലും യാഥാർത്ഥ്യമല്ലാത്ത ആ ജീവിതവുമായി അവരുടെ യഥാർത്ഥ ജീവിതത്തെ അവർ താരതമ്യം ചെയ്ത് അവസാനം അങ്ങേറ്റത്തെ ഡിപ്രഷനിലേക്ക് പോകുന്നു. ഒരുപാട് കുട്ടികൾ നിരാശരായിട്ട് മാറുന്നു, കോൺഫിഡൻസ് ഇല്ലാത്തവരായിട്ട് മാറുന്നു. ഇതൊക്കെ നമ്മൾ ആലോചിക്കും, ഇതൊക്കെ സാധ്യമാണോ, ഇതൊക്കെ എല്ലാവരിലും എത്തുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സോഷ്യൽ മീഡിയകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ നമ്മളെ അതിലേക്ക് അഡിക്റ്റ് ആക്കുന്ന തരത്തിലാണ്. ആ അർത്ഥത്തിലാണ് അതിന്റെ സംവിധാനങ്ങൾ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. പഠനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ, ഇത്തരം കമ്പനികൾ, ഇവരാദ്യമായിട്ട് സമീപിക്കുന്നത് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ചൂതാട്ട കേന്ദ്രങ്ങളാണ്. ലാസ് വെഗാസ് പോലുള്ള, മക്കാവു പോലെയുള്ള കസിനോകളിൽ സന്ദർശിക്കുകയും അത് വികസിപ്പിച്ച മനഃശാസ്ത്ര വിദഗ്ധരെ ഇവർ ഹയർ ചെയ്യുകയും അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ അൽഗോരിതം ഇവര് ഡെവലപ്പ് ചെയ്തത്, ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ചൂതാട്ട കേന്ദ്രങ്ങളുടെ പ്രത്യേകത എന്നുള്ളത്, അതിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അയാൾ അവിടെ ഇരുത്താൻ പറ്റുമോ ആ അർത്ഥത്തിലാണ് അത് സംവിധാനിച്ചിരിക്കുന്നത്. കാരണം എത്ര സമയം അയാൾ അവിടെ ഇരിക്കുന്നുവോ അത്ര സമയം അതിന്റെ മുതലാളിമാർക്ക് അത് ലാഭമാണ്. ആ അർത്ഥത്തിൽ ഇത്തരം സോഷ്യൽ മീഡിയകളിൽ കയറി കഴിഞ്ഞാൽ എത്ര സമയം നമ്മൾ അവിടെ പിടിച്ചു നിർത്താൻ കഴിയുമോ ആ അർത്ഥത്തിൽ നമ്മളെ പിടിച്ചു നിർത്താനുള്ള രൂപത്തിലാണ് അത് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. കസിനോകളുടെ പഠനത്തെ പറ്റി പറയാറുള്ളത്, ഒരാള് അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യമായി അവിചാരിതമായി അവർക്ക് വലിയൊരു സന്തോഷം ലഭിക്കും, ചെറിയൊരു ലാഭം ലഭിക്കും.
അപ്പൊ കുറച്ച് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ എപ്പോഴും ലാഭം ലഭിച്ചുകൊണ്ടേയിരുന്നാൽ ആളുകൾ നിരാശരാകുന്നുള്ളതാണ്. എപ്പോഴും ആഗ്രഹിച്ചത് ലഭിച്ചുകൊണ്ടേയിരുന്നാൽ ആളുകൾ നിരാശരാകും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ചെറിയൊരു പതനം സംഭവിക്കും, ചെറിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങും. അപ്പൊ അവർ നിരാശരാകും. അപ്പൊ അങ്ങനെ നിരാശരായി കഴിയുമ്പോൾ വീണ്ടും ഒന്ന് സന്തോഷം ലഭിക്കുന്ന തരത്തിൽ ചെറിയൊരു വിജയം അവർക്ക് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ കോടികളും ലക്ഷങ്ങളും ആളുകൾ റമ്മി കളിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നത്. ഇതേ രൂപത്തിൽ തന്നെയാണ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാമുകളും ഫേസ്ബുക്കുകളും ഡെവലപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് എന്താണ് എന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. അപ്പൊ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നമുക്ക് സന്തോഷ ആനന്ദം നൽകുന്ന ഒരു ഫീഡായിരിക്കും ആദ്യം വരിക, ആദ്യത്തെ 1-2 വരിക. അപ്പൊ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ഡോപ്പമിൻ റഷ്, ഭയങ്കരമായിട്ടുള്ള ഒരു പ്ലഷർ, ഭയങ്കരമായ ആഹ്ലാദം നമ്മുടെ മനസ്സിൽ രൂപപ്പെടും. പക്ഷെ എപ്പോഴും അത് ഉണ്ടാവില്ല. പെട്ടെന്ന് ഒരർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത, നമുക്കൊരർത്ഥത്തിൽ യോജിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ വരും. അപ്പൊ നമ്മൾ നിരാശരാകും, നമ്മുടെ ആ സന്തോഷം കുറയും. അങ്ങനെ നിരാശയെ പുറവും പെട്ടെന്നാണ് വീണ്ടും നാം ഏറ്റവും ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള പോസ്റ്റുകൾ വീണ്ടും കാണുക. അപ്പൊ നമ്മൾ വീണ്ടും ആവേശത്തിലാകും. ഈ അർത്ഥത്തിൽ നമ്മൾ അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ചൂതാട്ട കേന്ദ്രങ്ങളിൽ നഷ്ടമാകുന്ന സമ്പത്താണെങ്കിൽ ഇത്തരം മേഖലകളിൽ, സോഷ്യൽ മീഡിയകളിൽ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ഏറ്റവും അമൂല്യമായ സമയമാണ്. സമയം മാത്രമല്ല, നമ്മുടെ മസ്തിഷ്ക ആരോഗ്യവും കൂടി അവിടെ നമുക്ക് നഷ്ടമാകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ആനന്ദം നമുക്ക് അവിടെ നഷ്ടമാകുന്നുണ്ട്. ചെറിയൊരു സമയം കൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ, റീലുകളിലൂടെ നമുക്കുണ്ടാകുന്ന ഡോപ്പമിൻ റൈസ് എന്ന് പറയുന്നത്, അത് സാധാരണഗതിയിൽ ആ ഒരു കെമിക്കൽ മനുഷ്യനിൽ ഉൽപ്പാദിക്കപ്പെടുക, ഒരുപാട് കഠിന പ്രയത്നം ചെയ്ത് ആ കഠിന പ്രയത്നത്തിൽ റിസൾട്ട് കാണുമ്പോൾ ഒരാളിൽ ഉണ്ടാകുന്ന ഒരു ആനന്ദമാണ് സെക്കൻഡുകൾ കൊണ്ട് മനുഷ്യരിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അത് ശീലമായി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ സാധാരണഗതിയിലുള്ള, സാധാരണ രൂപത്തിലുള്ള സന്തോഷങ്ങളിൽ ആനന്ദിക്കാൻ നമുക്ക് കഴിയൂല, അത് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കൂല എന്നുള്ളതാണ്. കുടുംബ ബന്ധങ്ങളിലൂടെ, ആർത്ഥത്തിൽ ദാമ്പത്യ ബന്ധത്തിലൂടെ, സാമൂഹിക ബന്ധത്തിലൂടെ, മറ്റിതര സാമൂഹിക ബന്ധങ്ങളിലൂടെ നമ്മൾക്കുണ്ടാകേണ്ട ആനന്ദങ്ങൾ, നമ്മൾ പരിശ്രമിച്ച് നേടുമ്പോൾ നമുക്കുണ്ടാകുന്ന, നമ്മുടെ ലക്ഷ്യം പ്രാപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ, അതൊക്കെ കുറഞ്ഞുകൊണ്ടേ വരുന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ നമ്മുടെ മസ്തിഷ്കത്തെ അതിഗുരുതരമായി അത് ബാധിക്കുന്നുണ്ട് എന്ന കാര്യം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ അറ്റൻഷൻ സ്പാൻ, ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള ആ കഴിവ് അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ചെറിയ സെക്കൻഡുകൾക്കുള്ളിൽ ഒരുപാട് വികാരങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് വികാരങ്ങൾ. ഒരു റീല് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു, അടുത്ത റീല് കാണുമ്പോൾ ഭയം ഉണ്ടാകുന്നു, അടുത്ത റീല് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു, മറ്റൊന്ന് കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നു, മറ്റൊന്ന് കാണുമ്പോൾ നമ്മളിലേക്ക് പ്രണയവും അനുരാഗവും വരുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന തകർച്ച എന്നുള്ളത് ഒരിക്കലും തിരികെ കയറാൻ പറ്റാത്ത രൂപത്തിലാണ് എന്നതാണ് ആധുനിക പഠനങ്ങൾ വരുന്നത്. കാരണം ഓരോ ഇമോഷനുകൾക്കും, ഓരോ ഇമോഷൻ ഉണ്ടാകുന്ന സമയത്തും, ഓരോ വികാരം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സമയത്തും പല രൂപത്തിലുള്ള കെമിക്കലുകൾ, പ്രത്യേകമായ കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. 6ഓളം കെമിക്കലുകളുടെ ക്രമീകരണത്തിലൂടെയാണ് നമ്മുടെ ഓരോ വൈകാരിക തലവും കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ സംരക്ഷിക്കപ്പെടുന്നത്. അതിന്റെ താളം മുഴുവൻ തെറ്റാണ്. ആ അർത്ഥത്തിൽ അതിന്റെ താളം തെറ്റുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളത് ഇമോഷണൽ നബ്നെസ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വൈകാരികമായ ഒരു സ്തംഭനം സംഭവിക്കും. പിന്നീട് നമുക്ക് എമ്പത്തി ഉണ്ടാകേണ്ടടുത്ത് ചിലപ്പോൾ എമ്പത്തി ഉണ്ടാകൂല. വൈകാരികതകൾ ഏറ്റവും ക്വാളിറ്റിയിലൂടെ പുറത്തു വരേണ്ട ചില സന്ദർഭങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ വികാരങ്ങൾ ചിലപ്പോൾ നമുക്ക് പുറത്തേക്ക് വരൂല. അവിടെ അനുരാഗം ഉണ്ടാകേണ്ടയിടത്ത് അവിടെ അനുരാഗം ചിലപ്പോൾ ഉണ്ടാവൂല. സന്തോഷിക്കേണ്ടയിടത്ത് ആ സന്തോഷത്തിന്റെ വികാരം കൃത്യമായിട്ട് പുറത്തു വരില്ല. കാരണം നമ്മുടെ മസ്തിഷ്കം അത് ഓഫാക്കി വെക്കുന്നുള്ളതാണ്. കാരണം ഇതിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ അത് തകരും എന്നുള്ളത് കൊണ്ട് അതവിടെ സ്റ്റോപ്പ് ചെയ്യും, ആ റെസ്പോൺസ് ഇല്ലാതാക്കി കളയുന്നുള്ളതാണ്. ഈ രൂപത്തിലുള്ള ഇത് പറഞ്ഞാൽ തീരാത്തത്ര നമ്മുടെ മസ്തിഷ്കത്തിൽ മാത്രമല്ല, പല നമ്മുടെ ആരോഗ്യത്തിൽ തന്നെ, ശാരീരികമായ ആരോഗ്യത്തിൽ തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ആളുകൾ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ, അതിന്റെ ഭീമന്മാരായ ആളുകൾ, അവരുടെ മക്കൾ വളരെ പരസ്യമായി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ മക്കൾക്കോ ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങൾ ഇതിങ്ങനെ സുലഭമായി കൊടുക്കാറില്ല, ഞങ്ങളുടെ വീട്ടിൽ അതികഠിനമായ നിയന്ത്രണമാണ് ഇതിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അവർ പറയാനുള്ള കാരണം ഇത്ര കഠിനമായ മാനസികമായ, ശാരീരികമായ, മസ്തിഷ്കപരമായ പ്രശ്നങ്ങൾ അത് മനുഷ്യരിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ തഖ്വ കൊണ്ടുവരിക. വിഖായ എന്ന പദത്തിൽ നിന്നാണല്ലോ തഖ്വ ഉണ്ടായിട്ടുള്ളത്. വിഖായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കണ്ണിനെയും കാതിനെയും മനസ്സിനെയും ഹൃദയത്തെയും മസ്തിഷ്കത്തെയും വളരെ കൃത്യമായിട്ട് സംരക്ഷിക്കുക. അള്ളാഹു ഇതിലൂടെ നമുക്ക് വളരെ ഉന്നതമായ ചില ദൗത്യങ്ങൾ നൽകിയിട്ടുണ്ട്. വളരെ ഉന്നതമായ ചില ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിറവേറ്റാനുണ്ട്. ഇത്രയും നീചമായ, ഈ അർത്ഥത്തിൽ ഒരർത്ഥത്തിലും വിലയില്ലാത്ത ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മാനസിക ആരോഗ്യം നമ്മൾ ഒരിക്കലും തകർക്കരുത്. നമ്മുടെ മക്കളുടെ മാനസിക ആരോഗ്യം ഒരിക്കലും നമ്മൾ തകർക്കരുത്. എങ്ങനെയാണ് അതിൽ നിന്ന് കരകയറുക എന്ന് വളരെ കൃത്യമായി
കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത അവസരത്തിൽ അതേക്കുറിച്ചാകാം ബിഇസ്നില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിലുള്ള എല്ലാ അർത്ഥത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു ആരോഗ്യകരമായ ഒരു ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ ഈ അർത്ഥത്തിലുള്ള അപകടകരമായ എല്ലാ അർത്ഥത്തിലുള്ള അഡിക്ഷനുകളിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുമാറാകട്ടെ. അതിന്റെയൊക്കെയും യഥാർത്ഥ കഴിവ് പുറത്തെടുക്കാനും അള്ളാഹുവിന് തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ ഇത്തരം കഴിവുകളെ ഉപയോഗപ്പെടുത്താനുമുള്ള സൂക്ഷ്മതയും തഖ്വയും ഇച്ഛാശക്തിയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.